അഞ്ചാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം 2024-25 ക്രിസ്മസ് എക്സാം മലയാളം കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. മണിക്കല്ലിനെ പുഴ വീണ്ടും എടുത്തു നടന്നിരുന്നെങ്കിൽ അത് കൂടുതൽ ചെറുതായേനെ. ഏറ്റവും ഒടുവിൽ മണൽത്തരിയായി മാറി കടലോരത്തെ അതിൻ്റെ സഹോദരങ്ങളുമായി ചേരുമായിരുന്നു. ആ മനോഹരമായ കടപ്പുറത്ത് കുട്ടികൾ പൂഴിമണലിലിരുന്ന് കളിക്കുകയും മണൽ കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്യുമായിരുന്നു. ഓർത്തു നോക്കൂ, ഒരു മണിക്കല്ലിന് ഇത്രമാത്രം കഥകൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പാറകൾക്കും പർവ്വതങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും പറയാൻ എന്തെല്ലാം കഥകളുണ്ടാകും. ജവഹർലാൽ നെഹ്റു എഴുതിയതാണ്. ഒന്നാമത്തെ ചോദ്യം, അത് കൂടുതൽ ചെറുതായതിനെ ഏത്? അപ്പോൾ നമുക്ക് മുകളിൽ പാരഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് വായിച്ചിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. ഉത്തരം മണിക്കല്ല്. രണ്ടാമത്തെ ചോദ്യം, കടലോരത്തെ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പർവ്വതങ്ങളെയല്ല, പാറകളെയല്ല, കടപ്പുറത്തെയല്ല, മണൽത്തരികളെ. ഉത്തരം മണൽത്തരികളെ. കുട്ടികൾ പൂഴി മണലിലിരുന്ന് പണിയുന്നത് എന്താണ്? ആൻസർ മണൽ കൊട്ടാരം. ഇനി നാലാമത്തെ, പാറകൾക്കും പർവ്വതങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും പറയാൻ എന്തെല്ലാം കഥകളുണ്ടാകും? ആരുടെ കഥ ഓർത്താണ് ഈ പ്രസ്താവന? ആൻസർ മണിക്കല്ലിൻ്റെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മണിക്കല്ലിനെ എടുത്തു നടന്നത് ആരാണ്? പുഴ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, ഒരു യാത്രാ അനുഭവം. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിലുള്ള അഖിലിൻ്റെയും അമ്മുവിൻ്റെയും യാത്രാനുഭവങ്ങൾ പരിചയപ്പെട്ടുല്ലോ. ഇതുപോലെ ചെറുതും വലുതുമായ യാത്രകൾ നിങ്ങളും ചെയ്തിട്ടുണ്ടാകും. മനസ്സിൽ തങ്ങി നിൽക്കുന്ന യാത്രാനുഭവം പങ്കുവയ്ക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്ത ഒരു യാത്ര, ടൂറ് പോയത്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എഴുതിയേക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളുടെ ക്ലാസ് ഇന്ന ദിവസം ഒരു ടൂറ് പോയത് ഞങ്ങൾ തൃശ്ശൂർക്കാണ്. അപ്പോൾ രാവിലെ സ്കൂൾ ബസ്സിൽ എല്ലാവരും ആവേശത്തോടെ കയറി. വഴിയിലുടനീളം ഞങ്ങൾ പാട്ടുപാടി ചിരിച്ചും കളിച്ചും യാത്ര തുടരുകയായിരുന്നു. ആദ്യം ഞങ്ങൾ മ്യൂസിയം കണ്ടു, പിന്നെ കാഴ്ച ബംഗ്ലാവിൽ പോയി. അവിടെ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു. പിന്നെ മ്യൂസിയത്തിൽ പോയി പഴയ വസ്തുക്കളും ചിത്രങ്ങളും കാണാൻ രസമായിരുന്നു. പിന്നെ പാർക്കിലേക്ക് പോയി കുറേ സ്ലൈഡിലും പിന്നെ ഞങ്ങൾ ഏറെ നേരം അവിടെ നിന്ന് കളിച്ചു. അധ്യാപകർ ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണം നൽകി. ഉച്ചയായപ്പോൾ വൈകുന്നേരം എല്ലാവരും സന്തോഷത്തോടെ സ്കൂളിലേക്ക് മടങ്ങി. ആ ദിവസം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു മനോഹരമായ യാത്രാ അനുഭവമായിരുന്നു. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരു യാത്രാനുഭവം എഴുതാം. മൂന്നാമത്തെ പ്രവർത്തനം, കത്ത്. ചിത്രത്തിൽ ആരെയൊക്കെയാണ് കാണുന്നത്? പോസ്റ്റ്മാനെ, വീട്ടമ്മയെ, കുഞ്ഞിനെ അല്ലേ? കത്തുകളിലൂടെ വിവരങ്ങൾ കൈമാറിയിരുന്ന കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ മൊബൈൽ ഫോൺ സന്ദേശങ്ങളുടെ കാലമാണല്ലോ. കത്തെഴുത്തിൻ്റെ സുഖം അറിയണമെങ്കിൽ അത് എഴുതുക തന്നെ വേണം. ഓണാഘോഷത്തെക്കുറിച്ച് പ്രിയ സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ പേര് എഴുതുക, പിന്നെ ഡേറ്റ് എഴുതണം. അതിനുശേഷം ആ ഫ്രണ്ടിൻ്റെ പേര് എഴുതുക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ ഓണം സെലിബ്രേഷനെ പറ്റിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ ഓണം വളരെ സന്തോഷത്തോടെയാണ് ആഘോഷിച്ചത്. രാവിലെ എല്ലാവരും ചേർന്ന് പൂക്കളം ഒരുക്കി നിറം നിറഞ്ഞ പല കളറുകളിലുള്ള പുഷ്പങ്ങൾ ഉപയോഗിച്ച് പൂക്കളം വെച്ചപ്പോൾ വീട് അതിമനോഹരമായി. അമ്മയും ഞങ്ങളും ചേർന്ന് ഓണസദ്യ തയ്യാറാക്കി. സദ്യയിൽ അവിയൽ, ഇഞ്ചിക്കറി, സാമ്പാർ, പായസം എന്നിവ അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു. വളരെ രുചിയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടുമുറ്റത്ത് വടംവലി, പുള്ളിക്കളി, അങ്ങനെ കുറേ പലതരത്തിലുള്ള കളികൾ കളിച്ചു. എല്ലാവരും ചിരിച്ചും വളരെ സന്തോഷമായിരുന്നു. രാത്രി മഹാബലി ചക്രവർത്തിയുടെ കഥയും അമ്മ പറഞ്ഞു തന്നു. ഈ ഓണം എനിക്ക് വളരെ പ്രത്യേകമായിരുന്നു. ഇനി വീട്ടിൽ
സുഹൃത്തിനോട് പറയണം, വീട്ടിൽ അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയണം. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ സൗമ്യ, നമുക്ക് അങ്ങനെ ഒരു ലെറ്റർ എഴുതണം. 4ാമത്തെ പ്രവർത്തനം വിവരണം. പെരുമഴ. മഴ മഴ പെരുമഴ പെയ്യുന്നു, കളകളനാദം ഉയരുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു, മിന്നാമിന്നികൾ പാറുന്നു, പെരുമഴ കുത്തിയൊലിക്കുന്നു, കുട്ടികൾ തുള്ളിച്ചാടുന്നു. ആർദ്ര AS എഴുതിയതാണ്. ഇനി പെരുമഴയെക്കുറിച്ചാണ് ഈ കവിത. പുഴയുടെ കൂട്ടുകാരിയായ ചാറ്റൽ മഴയെ മഴ ചാറുമ്പോൾ എന്ന കവിതയിലൂടെ പരിചയപ്പെട്ടല്ലോ. മഴയെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഉണ്ടാകാം. മഴ തോർന്നൊഴിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. ഇനി കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഏത്? പഴഞ്ചൊല്ല് മണ്ണ് പൊന്നാക്കണം. ഇനി മഴ തോർന്നു കഴിയുമ്പോൾ എന്നുള്ള ഒരു വിവരണം. ഇതൊക്കെയാണ് പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ മഴയ്ക്ക് ശേഷം പ്രകൃതി വളരെ മനോഹരമായി തോന്നുന്നു. എല്ലായിടത്തും പച്ച നിറം വിരിഞ്ഞിരിക്കും, മരങ്ങളുടെ ഇലകൾ തിളങ്ങി നിൽക്കുന്നു. മണ്ണിൽ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടാക്കി ആ വെള്ളത്തിൽ ചാടിക്കളിക്കുകയും പേപ്പർ ബോട്ട് ഒഴുക്കുകയും ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇനി ആകാശത്ത് ചിലപ്പോൾ മഴവില്ല് കാണാറുണ്ട്. കിളികൾ മരങ്ങളിലെത്തി വീണ്ടും വീണ്ടും പാടിത്തുടങ്ങുന്നു. പൂക്കളിലും ഇലകളിലും തുള്ളി തുള്ളിയായി വെള്ളം മിന്നുന്നു. വായുവിലൊരു തണുത്ത മണവും ശീതളവും തണുപ്പും പടരാറുണ്ട്. മഴയ്ക്ക് ശേഷം പ്രകൃതിയോട് വളരെ അടുപ്പമുള്ളതായി തോന്നുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു മനോഹര അനുഭവമാണ്. 5ാമത്തെ പ്രവർത്തനം പ്രസംഗം. ഇപ്പോൾ മഴയും പുഴയും കാറ്റും കിളിയും എല്ലാം ഒന്നിച്ചു തുഴയുന്നുണ്ട്. ഇനി അവർ തനിച്ചാവുമോ? കുടയോളം ഭൂമി എന്ന യൂണിറ്റിലെ ഭൂമി എന്ന കവിതയിലെ ഈ വരികൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇനി അവർ തനിച്ചാവുമോ എന്ന ചോദ്യം നമ്മളോടാണ്. പ്രകൃതി നേരിടുന്ന ആശങ്കകളാണ് ഇവിടെ തെളിയുന്നത്. മനുഷ്യനും പ്രകൃതിയും എന്ന വിഷയത്തെക്കുറിച്ച് ലഘുപ്രസംഗം തയ്യാറാക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി താഴെ വീഴുകയാൽ ആകൃതി മാറും. ആർക്കാണ് ആൻസർ? കാർമുകിലിന്. ഇനി മനുഷ്യനും പ്രകൃതിയും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കണം. ആൻസർ നമുക്ക് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ വിഷയത്തെക്കുറിച്ചിട്ടാണ് നമുക്ക് പ്രസംഗം തയ്യാറാക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മനുഷ്യനും പ്രകൃതിയും ഇതാണ് ആൻസർ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ പ്രസംഗം തയ്യാറാക്കാം. ഇനി പ്രകൃതി നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമാണ്. വായു, വെള്ളം, ഭക്ഷണം, മരങ്ങൾ ഇവയെല്ലാം പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രകൃതി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാനാവില്ല. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നു, മരങ്ങൾ വെട്ടുന്നു, വെള്ളം മലിനമാക്കുന്നു. ഇതുകൊണ്ട് കാലാവസ്ഥ മാറുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നാം പ്രകൃതിയെ സംരക്ഷിക്കണം, മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, വെള്ളവും വൈദ്യുതിയും പാഴാക്കരുത്, മാലിന്യം ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കണം. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നന്ദി. അങ്ങനെ ഒരു പ്രസംഗം തയ്യാറാക്കുക. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അനുഭവക്കുറിപ്പ്. നീർനാഗം എന്ന പാഠഭാഗത്തിൽ ബഷീർ ചെയ്ത കുസൃതി എല്ലാവരെയും ചിരിപ്പിച്ചതാണല്ലോ. കുട്ടിക്കാലം കുസൃതികളുടെയും കൂടിയാണ്. ഓർക്കുമ്പോൾ ചിരി വരുന്ന ഏതെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കുക. നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്തുണ്ടായ ഒരു ചെറിയ കുസൃതി അനുഭവം എന്തെങ്കിലും എഴുതാം. അപ്പോൾ ഇവിടെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോൾ വഴിയരികിൽ ഒരു വലിയ കല്ല് കണ്ടു. ഞാൻ അതിന് മുകളിലേക്ക് കയറി. ഞാൻ മലമുകളിൽ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ വിചാരിച്ചത് മലയുടെ മുകളിലാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൂട്ടുകാരനോ ആ കല്ലിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ വഴുതി അവൻ താഴെ വീണു. അവന് എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ആ ചെറിയ കുസൃതി ഞങ്ങളുടെ വഴിയാത്രയെ രസകരമാക്കി. ഇപ്പോഴും അത് ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ നിങ്ങൾക്കും എന്തെങ്കിലും കുസൃതി അനുഭവം ഉണ്ടെങ്കിൽ അത് എഴുതാം.